ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ കൊല്ലം സ്റ്റുഡിയോയിലാണ് കേട്ടോ. കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കൂടുതലും കുട്ടികളുടെ സെഷനോ അങ്ങനെയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഫീമെയിൽ സെഷനായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്ത്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ചേച്ചിയുടെ കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എൻ്റെ പൊന്നെ ഇവിടുത്തെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു 500 രൂപയ്ക്ക് അകത്തേ വരുന്നുള്ളൂ കേട്ടോ. അത്രയും വേറെ ഒന്നുമില്ല. ഒരു 300, 350, 250ൻ്റെയൊക്കെ ഡ്രസ്സുകൾ കാണാൻ എൻ്റെ പൊന്നെ എന്ത് രസമാണെന്നറിയുവാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഫ്രോക്കുകളും മീൻസ് നല്ല കോട്ടൺ ഫ്രോക്കുകൾ. കാര്യം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കട്ടി കുറഞ്ഞ ഡ്രസ്സുകൾ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ കുറേ നല്ല നല്ല ഭംഗിയുള്ള നല്ല മോഡേൺ ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ റേറ്റ് വരുന്നത് വെറും 300, 390 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. ഈ ക്രോപ്പ് ടോപ്പിൻ്റെയൊക്കെ വില കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടും. 299 രൂപയാണ് ഇതിൻ്റെയൊക്കെ വില. 249 രൂപ. അയ്യോ, അടിപൊളി രസമായിരുന്നു. നല്ല രസമാണ് കാണാനായിട്ട്. ഉദാണ്ട് കണ്ടോ, ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ഫ്രോക്കുണ്ട്. ഇതിനും റേറ്റൊക്കെ ആ ഒരു റേഞ്ചിൽ മാത്രമായിട്ടോ വരുന്നത്. പിന്നെ നമുക്ക് ചെറിയ ടോപ്പുകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടോപ്പുകളുണ്ടല്ലോ, അങ്ങനെ ഉണ്ടത് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അതിനൊക്കെ നമുക്ക് രണ്ടെണ്ണത്തിന് എന്തോ 199 രൂപ ആ ഒരു റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്രോപ്പ് ടോപ്പാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷോർട്സ് കൂടെ വരുന്നുണ്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതും 400, 399 രൂപ അങ്ങോട്ടേ ഉള്ളൂ കേട്ടോ. നല്ല നല്ല രസമുണ്ട്. ഇത് നല്ലൊരു ഇതൊക്കെ വെയർ ചെയ്തിട്ടേ എൻ്റെ കൂടത്തെ ഒരു വൈറ്റ് കളറ് ഷൂസ് കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കിടിലായിരിക്കും. അങ്ങനെ ഞാൻ വലിയ രീതിയിലൊരു ടൈം എനിക്ക് കിട്ടിയില്ല കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് പോയി ഹറിബറി ഷോപ്പിംഗ് ആയിരുന്നു. അപ്പം ഞാനതുകൊണ്ട് ഒരു ആ കിട്ടിയ ടൈമിലൊരു ചെറിയ കുട്ടി വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ജീൻസിൻ്റെ മോഡലാണ് നമുക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബാഗി ജീൻസ് എടുക്കണമെന്നുണ്ടെങ്കിലോ ബാഗി ജീൻസും ഉണ്ട്. ബാഗി ജീൻസ് എനിക്കൊന്ന് ഒരു 700 രൂപയാണ്. പക്ഷെ നല്ല രസമുള്ളതുണ്ട്. പിന്നെ ചെറിയത് അത്ര ഇല്ല, റേറ്റ് കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. ഒരു 399 രൂപയുടെയൊക്കെ ചെറിയ ബാഗി ജീൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഷോർട്സാണ് വരുന്നത്. ഷോർട്ട് നിക്കറാണ് പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. നല്ല ഭംഗിയുള്ളത്, നല്ല ക്യൂട്ടായിട്ടുള്ളത്, നല്ല വർക്കൊക്കെ ഉള്ളതുണ്ടല്ലോ, നല്ല ഡിസൈൻസൊക്കെ വരുന്നത് ടൈപ്പ് കേട്ടോ. പിന്നെ നമ്മുടെ സെഷൻ ലേഡീസിൻ്റെ സെഷനിൽ വരുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നേരത്തെ ഞാൻ വന്ന് കണ്ടിട്ടുള്ളതിൻ്റെ ആ മോഡൽ തന്നെയാണ്. പിന്നെ കുറച്ച് ജീൻസിന് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള ഉടുപ്പുകളുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഷോർട്ട് നല്ല രസമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതേ റേറ്റൊക്കെ 600 രൂപയൊക്കെയാണ് കേട്ടോ. ഇതും കൊള്ളാം, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ദൂരം നിന്നൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കൈ ഇല്ലെന്നേ ഉള്ളൂ, കൈ ഇങ്ങനെ ടാഗാണ്, മീൻസ് പിന്നെ രണ്ടായിട്ട് ഇങ്ങനെ കെട്ടിയിടണം. അതുകൊണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. ഇത് ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ അങ്ങനെ കെട്ടിയിടുന്നതായതുകൊണ്ട് ഞാനതങ്ങോട്ട് മാറ്റി വെച്ചു. അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇത് പക്ഷേ ഉടുപ്പാണ്, ജീൻസിൻ്റെ ഉടുപ്പാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറച്ച് ടീഷർട്ട് പോലുള്ള മോഡലൊക്കെ ഞാൻ നോക്കിയേ, ക്രോപ്പ് ടോപ്പ് മോഡൽ അത് കുറച്ചുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളത്, നല്ല കളറൊക്കെ എനിക്കിഷ്ടപ്പെട്ട. വൈറ്റ് ഒരെണ്ണം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം എനിക്ക് വൈറ്റ് അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്ന ഉടുപ്പിൻ്റെയൊക്കെ ഇന്നറായിട്ട് ഇടുകയും ചെയ്യാം. നമുക്ക് ജീൻസിൻ്റെ കൂടെ ബ്ലൂ ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാനൊക്കെ വൈറ്റ് അടിപൊളിയല്ലേ. അപ്പോൾ ആ ഒരു വൈറ്റ് എടുക്കണമെന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും എടുക്കാം എന്ന് വിചാരിച്ച് ഇത്രയും ഞാൻ പർച്ചേസ് ചെയ്തു. ആകെ ഞാനൊരു സ്കേർട്ടും ഒരു ടുപ്പുമാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ സെഷനാണ് കേട്ടോ. ജെൻസിൻ്റെ സെഷനിലോട്ട് ഞാൻ പോയിട്ടില്ല. അത്യാവശ്യം അവിടെ നല്ല കളക്ഷൻ ഉണ്ട്. ഇത് സാധാ നോർമൽ ടീഷർട്ടൊക്കെയാണ്. പിന്നെ ഏകദേശം പർച്ചേസൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടോ. കാര്യം ഒട്ടും ടൈമില്ലായിരുന്നു. ഒരു എന്താ പറയുക, ഒരു 20 മിനിറ്റ് കൊണ്ട് ആദ്യമായിട്ടാണ് ഒരു പർച്ചേസ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കിട്ടാറുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നാട്ടിൽ വന്നിട്ട് കുറേ അടുത്ത് പോകണം, ഇങ്ങനെ പർച്ചേസൊക്കെ ചെയ്യണം, വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഒന്നും നടന്നില്ല കേസ്, അതാണ് കാര്യം. എന്തായാലും കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു വച്ചിട്ടുണ്ട്, പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോട്ടെ, ബൈ ബൈ, സീ യു.